കുറ്റവാളിക്ക് ഉള്ള കഷായമായി ഇത് മാറാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതിയിൽ നിന്ന് തന്നെ വധശിക്ഷ കിട്ടുമ്പോൾ അതൊരു കഷായമായി ആ കുട്ടി ഉൾക്കൊള്ളുന്നുവെന്ന് ഇന്ന് അവരുടെ ആ വിധി കേട്ട് നിൽക്കുന്ന ഭാവപ്രകടനത്തിൽ നിന്നൊന്നും മനസ്സിലാകുന്നതേയില്ല. കാരണം 24 വയസ്സേ പ്രായമുള്ളൂ. ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തമായി മാറും എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പ്രതിയായാണ് ഇന്നത്തെ ഗ്രീഷ്മയെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. കാരണം കീഴ്ക്കോടതിയിൽ നിന്നും ഈ വധശിക്ഷ കൊടുക്കുന്നതിനായി, വധശിക്ഷയെ ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല, വധശിക്ഷ കൊടുക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇരയായ ഷാരോൺ മരണക്കിടക്കയിലും പ്രതി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത്. മാധ്യമങ്ങളുടെ വിചാരണ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലുകൾ അതൊന്നും തന്റെ വിധിന്യായത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ജഡ്ജ് ഇന്ന് ആ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ പറയുന്നത്. ഇത് സമൂഹ മനസാക്ഷിയെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിധിയാണ്. ക്രൂരമായ ഒരു കൊലപാതകത്തിന് ആ ചെയ്ത ആളുടെ പ്രായമോ അയാളുടെ വിദ്യാഭ്യാസ മഹിമയോ ഒന്നും പരിഗണിക്കാതെ കൃത്യമായി കൊടുത്ത ഒരു വിധിന്യായം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ വിധിന്യായത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ആ വിധി കൊണ്ട് ആ പ്രതിക്ക് ഒരു തരത്തിലുമുള്ള ഒരു മാനസാന്തരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്.